നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 അവിചാരിതമായിട്ട് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ജോലി ഉപേക്ഷിക്കാതെ തന്നെയാണ് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി വന്നു ചേർന്നിരുന്നു. ഇനിയും വിപുലമാക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കുവാനിട വരും. അതൊക്കെ വളരെ നല്ലതാണ്. എന്നാൽ മറ്റുള്ളവരെ ഇതിൽ പങ്കെടുപ്പിക്കുന്നതോ പങ്കുചേർക്കുന്നതോ അത്ര തന്നെ ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം മേൽനോട്ടത്തിലും സ്വന്തം കൺവെട്ടത്തിലും ചെയ്യാവുന്ന കർമ്മമണ്ഡലങ്ങളെല്ലാം ഏറ്റെടുക്കാം, അവലംബിക്കാം, പണം മുതൽ മുടക്കാം. അതിൽ നിന്നും നേട്ടമുണ്ടാവും, യാതൊരു സംശയവുമില്ല. പക്ഷേ ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് സ്വല്പം ശ്രദ്ധയും സൂക്ഷ്മതയും കൂടുതൽ വേണ്ടിവരും എന്നുകൂടിയാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിട വരും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനും പഠിക്കുന്നവർക്ക് ജോലി ചെയ്യാനുമുള്ളൊരവസരം ഉണ്ടാകുന്നത് വഴി വളരെ ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിട വരും. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായിട്ട് തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. 2023 ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങി വെച്ചതായുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ മേടമാസത്തിൽ, അതായത് ഏപ്രിൽ മെയ്യോടുകൂടി പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. 2023 തന്നെ അപേക്ഷിച്ചതായിട്ടുള്ള ഉപരിപഠനത്തിന് വേണ്ടി വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷിച്ചതായിട്ടുള്ള അപേക്ഷകളിൽ ജനുവരിയിൽ തന്നെ പ്രവേശനം ലഭിക്കുവാനും ഫെബ്രുവരിയിലെ അധ്യയന വർഷം എന്നുള്ള സങ്കല്പത്തിൽ പ്രവേശിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പുതിയതായിട്ടുള്ള കരാർ ജോലികൾ ഏറ്റെടുത്തുകൊണ്ടും അവലംബിച്ചുകൊണ്ടും ആ ഒരു മേഖലയിൽ പ്രാവീണ്യം നേടുന്നുണ്ട് എങ്കിൽ പോലും ബൃഹത്തായിട്ടുള്ള പല പദ്ധതികളും വന്നു ചേരും. എന്നാൽ ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ കരാർ ജോലികളിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടം കുറയും. എന്നാൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കും. നിത്യനിദാനത്തിന് ഉതകുന്ന വിധത്തിൽ സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. എന്നല്ലാതെ നീക്കിയിരുപ്പിനെ സംബന്ധിച്ച് സ്വല്പം കുറയുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും വെച്ച് സമൂഹത്തിൽ ഉന്നതരെ പരിചയപ്പെടുവാൻ അവസരം വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അവർ ചിന്തിക്കുന്നതോ മനസ്സിലുദ്ദേശിക്കുന്നോ കാര്യങ്ങളൊന്നും തന്നെ സ്വന്തം ഭാവനയ്ക്ക് അനുയോജ്യമല്ലാത്തതുകൊണ്ട് നിരുപാധികം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 7-8 മാസമായിട്ട്, അതായത് 2023 ഏപ്രിൽ മാസം മുതൽ തന്നെ അതിൻ്റെ പരിശീലനത്തിന് തുടക്കം കുറിക്കുകയും അതൊരു കൃത്യമായുള്ള രീതിയിൽ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പരിശീലനങ്ങളായതുകൊണ്ട് അതിൽ ശോഭിക്കുവാനും ഈ ഒരു വർഷം ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധിക്കും. വിഭവ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അനുബന്ധമായിട്ട് തന്നെ ഹ്രസ്വകാല വിളകൾക്കാണെങ്കിൽ പുതിയ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് സ്വല്പം പണച്ചെലവുണ്ടാകുമെങ്കിൽ പോലും ഹ്രസ്വകാല കൃഷി വിളകൾ കൂടി അനുബന്ധമായിട്ട് കൊണ്ടു നടക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിലെ തൃപ്തികരമായുള്ള വിഭാഗത്തിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ യുവതലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഈ ഒരു മേഖലയെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുകയും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം ഇങ്ങനൊരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നത്. നന്മ തിന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമുള്ളത് സ്വീകരിക്കുകയും യുക്തിക്ക് നിരക്കാത്ത പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടൊരു ജീവിതചര്യയിൽ ഉൾപ്പെടുന്നത് വഴി സർവരിൽ നിന്നും സ്വീകാര്യത വന്നു ചേരുവാനും സൽകീർത്തിക്കും യോഗം കാണുന്നതുമുണ്ട്. ഓണാഘോഷത്തിനോടനുബന്ധമായിട്ട്
വിജയ ആഹ്ലാദത്തിൽ പലതും പങ്കെടുക്കുവാനിട വരുമെങ്കിൽ പോലും അമിത ആഹ്ലാദം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഡിസംബർ മാസത്തിൽ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചിട്ടുള്ള യാത്രയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സഹപ്രവർത്തകർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിട വരും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നത് വഴി മാസങ്ങളോളം അവരോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് വഴി ജീവിതത്തിന് തന്നെ ഒരു വഴിത്തിരിവുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കുടുംബത്തിലെ ചിലരുടെ അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. വേറെ ചിലർക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും അവരുടെ ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ടും അതിനനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കുവാനും ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി ക്രമീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വേറെ ചിലർക്ക് അമ്മയ്ക്ക് പല പ്രകാരത്തിലും അസുഖങ്ങളും ശസ്ത്രക്രിയയൊക്കെ വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് 6 മാസത്തിലൊരിക്കൽ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറി ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനും വാസ്തുശാസ്ത്രപ്രകാരം അതിന് പരിവർത്തനങ്ങൾ നടത്തുവാനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വ്യായാമത്തിൻ്റെ വിഭാഗമായിട്ട് യോഗ പരിശീലനം തുടക്കം കുറിക്കുവാനും ഒരുപക്ഷെ ജനുവരി മാസത്തെ മുതൽ തന്നെ തുടങ്ങി വയ്ക്കുവാനും ഇതൊരു ജീവിതചര്യയുടെ ഭാഗമാക്കി തീർക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പലപ്പോഴും കഴിച്ചു വരുന്ന മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് ജീവിതചര്യയിൽ മാറ്റങ്ങൾ വരുത്തുവാനും അതുപോലെ തന്നെ ഒരുപക്ഷെ സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കും, ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും വന്നു ചേരുവാൻ ഇടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള പല കാര്യങ്ങളും അനുവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് നിലവിലുള്ള ജോലി ഉപേക്ഷിക്കുക, ബിസിനസ് മേഖലയിൽ ആദ്യമായിട്ട് ഏർപ്പെടുക, സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുക മുതലായവയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലയിലെ അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട്, അതായത് ഗൃഹത്തിൽ മാസത്തിലൊരിക്കൽ വന്നു പോകുവാൻ തക്കവണ്ണം അവിടെ സ്ഥിരതാമസമാക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകളിൽ കഴിഞ്ഞ ഒരു വർഷമായി അതിൻ്റെ നടപടിക്രമങ്ങളും പ്രാഥമികമായിട്ടുള്ള ഫീസ് അടയ്ക്കുകയും രേഖാപരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണമൊക്കെ തന്നെ 2023 ഓഗസ്റ്റ് മാസത്തിന് ശേഷം നടന്നിരുന്നു. ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിദേശത്ത് എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറി യുക്തിപൂർവമുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുന്ന പക്ഷം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പാഠ്യപദ്ധതിയോടനുബന്ധമായിട്ടോ അല്ലാത്ത പക്ഷം ജോലി സ്ഥലത്തിനോട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പദ്ധതി സമർപ്പിക്കുന്നത് പരമാവധി സാധിക്കുന്ന പക്ഷം മെയ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ സമർപ്പിക്കുകയായിരിക്കും നന്നാവുക. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവരൊക്കെ തന്നെ മെയ് മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ പൂർണ്ണതയില്ലാത്ത പരീക്ഷണങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും.
പലപ്പോഴും പല കാര്യങ്ങളും കഴിവും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ പോലും മറന്നു പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു സൂക്ഷ്മമായിട്ട് ചിന്തിച്ചും പ്രയത്നിച്ചും പ്രവർത്തിച്ചും എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടൊരു സമീപനം ഉണ്ടായാൽ മാത്രമേ എല്ലാ കാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ സ്വല്പം ആശങ്കയൊക്കെ വർദ്ധിക്കും. കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിച്ച് മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് തൽക്കാലത്തേക്ക് ജോലിക്ക് അപേക്ഷ നൽകും. ഭാവിയിലേക്ക് 1-2 വർഷത്തിന് ശേഷം കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാമെന്നും കുടുംബാംഗങ്ങളോടും അതായത് ജീവിത പങ്കാളിയോടും ജന്മനാട്ടിൽ തന്നെ വികസിത രാഷ്ട്രത്തിലേക്ക് ഉതകുന്ന വിധത്തിലുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ളൊരു തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരുമെങ്കിൽ പോലും ചിലരുടെ ഒരു സൗമ്യ സമീപനമല്ലാത്ത പക്ഷം നിർബന്ധപൂർവം പിന്മാറുകയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം വാക്ക് തർക്കങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളിലും യുക്തിസഹമല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ പോലും സമൂഹത്തിന് ഗുണകരമല്ലാത്തതാണ് അവർ ചെയ്യുന്നത് എങ്കിൽ പോലും അത് ഉപദേശിച്ചാലോ നിർദ്ദേശിച്ചാലോ ഇന്നത്തെ സമൂഹം സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരുപാധികം പിന്മാറുവാനുള്ളൊരു യുക്തി അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്നുകൂടിയാണ് മൂലം നക്ഷത്രം ജനിച്ചവരുടെ 2024 ആണ്ടിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.